തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കുന്നവൻ ദൈവം അല്ലെങ്കിൽ ദൈവതുല്യനാണെന്ന് പറയുന്ന പോലെ തന്നെ തെറ്റ് ചെയ്തവനോട് പ്രതികാരം ചെയ്യുന്നവൻ മനുഷ്യനാണ്. അങ്ങനെ ആ ഒരു തത്വം പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ എംപുരാൻ L2 എംപുരാൻ. സോ ഗൈസ്, വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമുക്ക് എംപുരാന്റെ റിവ്യൂയിലേക്ക് കടക്കാം. എംപുരാൻ മോഹൻലാൽ നായകനായിട്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപിയുടെ റൈറ്റിംഗിൽ വന്ന ഏറ്റവും പുതിയ സിനിമയാണ്. നമ്മളെല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രാം ഖുറേഷിയും തിരിച്ചു വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ആ ഒരു ബേസിക് സ്റ്റോറി ലൈൻ പറയാം. ആദ്യം നമ്മുടെ സയ്യിദ് മസൂദിൻ്റെ ചെറുപ്പകാലം കാണിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്നതെന്നൊക്കെ കാണിച്ചുകൊണ്ട്, പിന്നീട് കേരള പൊളിറ്റിക്സിൽ കറൻ്റ്ലി കേരളത്തിൽ മുഴുവൻ നടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചുകൊണ്ടും, ദെൻ ആ ഒരു സിറ്റുവേഷനിലേക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. ആ ഒരു സംഭവമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കുറേ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ. ഒരുപാട് കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റ അങ്ങനത്തെ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിട്ടൊന്നും ഈ സിനിമയ്ക്ക് പോകുന്നത് വളരെ ഒരു ലിമിറ്റഡ് എക്സ്പെക്ടേഷൻ ആയിട്ട് പോവുക. കാരണം എന്താണ്, കെമിയോസ് കാണാനല്ലല്ലോ നമ്മൾ സിനിമയിലേക്ക് പോകുന്നത്, സിനിമ കാണാനല്ലേ പോകുന്നത്. സോ ആ ഒരു മൈൻഡിൽ പോവുക. സൂപ്പറായിട്ടുള്ള പടമാണ്. കേരളത്തിൻ്റെ പടം എന്ന് പറയുന്നത് നമുക്ക് വേൾഡിന് മൊത്തം എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കേരള പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യയിൽ മുമ്പുണ്ടായിട്ടുള്ള ഗുജറാത്ത് റൈറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. സൂപ്പറായിട്ടാണ് ആ ഒരു റൈറ്റിംഗ്. മുരളി ഗോപിയുടെ എഴുത്തെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഡയലോഗൊക്കെ കാച്ചിക്കുറുക്കിയ ഡയലോഗുകളാണ്. മാസ് ഡയലോഗ് ഉണ്ട്, അല്ലാതെ എന്താ പറയുക അർത്ഥം വെച്ച് ഇങ്ങനെ കുറുക്കി കൊള്ളുന്ന ടൈപ്പ് ഡയലോഗ്സ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ മഞ്ജു വാര്യർ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർക്ക് വളരെയധികം കഴിഞ്ഞ സിനിമയെ അപേക്ഷിച്ച് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത് അവർ കൃത്യമായിട്ട് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു മഞ്ജു വാര്യർക്ക്. അവർ നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ക്യാരക്ടർ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇറക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ കാണിച്ച അതിനകത്തുള്ള എല്ലാവർക്കും നല്ല റോൾ ഉണ്ടായിരിക്കുന്നു. മണിക്കുട്ടനൊക്കെ സിനിമയിൽ വെറുതെ നിൽക്കുകയാണ്. മണിക്കുട്ടനൊന്നും പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഡയലോഗ് എന്തോ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. സുരാജിന് കൊടുത്തിരിക്കുന്ന വേഷം നന്നായിട്ട് സുരാജ് ചെയ്തിട്ടുണ്ട്. സുരാജ് ഒരു എന്താ പറയുക, ഒരു ഭക്തിപരമായിട്ടുള്ളൊരു പാർട്ടിയുടെ നേതാവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ സിനിമയിൽ തന്നെ ഉള്ള ബൈജു, ടൊവിനോ തോമസ്, ഒരുപാട് ആക്ടേഴ്സ് അതുപോലെയുണ്ട്. പിന്നെ ഇതിൽ ടൊവിനോയ്ക്ക് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള റോളാണ് കഴിഞ്ഞതിനെ അപേക്ഷിച്ച്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഇന്റർനാഷണൽ ആക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. സാധാരണ സിനിമകളിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് വന്ന് അഭിനയിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. പക്ഷേ ഇതിൽ പൃഥ്വിരാജ് പറഞ്ഞ് കൊടുത്ത് നന്നായിട്ട് ചെയ്യിപ്പിച്ച് അവരെല്ലാവരും വളരെ മിതത്വമായിട്ടുള്ള ആക്ടിങ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എസ്പെഷ്യലി ആ കബൂഗയായിട്ട് വരുന്ന പുള്ളി, പിന്നീട് അല്ലാതെ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട്. ഒരു BI പോലത്തെ ഒരു ഏജൻസിയുടെ ഒരു ഏജൻ്റായിട്ട് ഒരാൾ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു മിലിറ്ററി ഗ്രൂപ്പിൻ്റെ ഒരു ഹെഡായിട്ടൊരു ലേഡി വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവരുടെയൊക്കെ പെർഫോമൻസ്, ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് സൂപ്പറാണ്. ഈ സിനിമയുടെ ഏക ഡ്രോബാക്ക് ഇതിൻ്റെ മ്യൂസിക്കാണ്. ദീപക് ദേവ് ചെയ്ത മ്യൂസിക് എനിക്ക് പേഴ്സണലി ഭയങ്കര സിനിമയെ പിടിച്ച് താഴ്ത്തുന്ന പോലെയാണ് തോന്നിയത്. ഫസ്റ്റ് പാട്ടിൽ മറ്റേ കടപുള്ള പോലെ ആ ഒരു പാട്ടുണ്ടല്ലോ, ഈ പാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്തവണ അതിനെ വേറൊരു ഗ്രൗളിങ് വോയിസ് കൊണ്ടാണ് പാടിയിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, അതിനെ ഈ വാര എന്നുള്ള വരിയൊക്കെ ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് എന്താ ഒരു ഹൈ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതൊരു ഭയങ്കര ലോ ആയിട്ടാണ് തോന്നിയത്. മാത്രമല്ല മോഹൻലാലിൻ്റെ ഇൻട്രോയിലൊക്കെ മറ്റേ ഈ ഒരു മാതിരി ജിഞ്ചിക്ക് അങ്ങനത്തെ BGM ഒക്കെയാണ്. ശരിക്കും മോഹൻലാലിൻ്റെ ഇൻട്രോയിൽ ആ എംപുരാനെ എന്നുള്ളൊരു സ്ക്രീം ഇട്ടാൽ മതിയാണ്, അല്ലെങ്കിൽ ആ ഒരു സാധനം ഇട്ട് സൂപ്പർ തന്നെ. അങ്ങനെ ഒരുപാട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഇതിൽ മോഹൻലാലിന് ആ ഒരു കോസ്റ്റ്യൂംസ് പലപ്പോഴും സ്യൂട്ടാകാത്ത പോലെ ഫീൽ ചെയ്തു. വെറുതെ ഇട്ട് ഇങ്ങനെ അനങ്ങാതെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഓക്കെയാണ്, പക്ഷേ ഒരു കോസ്റ്റ്യൂം നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഒരു ഫാക്ടറാണ്. ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മൾ നടക്കുന്ന രീതിയൊക്കെ, മോഹൻലാൽ ആ ഒരു ലാലേട്ടൻ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സ്റ്റിഫായി, ഒരു കൺട്രോൾഡ് മൂവ്മെൻ്റ് ആയിപ്പോയി. അതേസമയം ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങോട്ട് നടന്നു വരുമെന്ന് പറഞ്ഞൊരു സീൻ എടുക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ വെച്ച് നടക്കുന്ന പോലെ തോന്നി. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് ഒരു പ്രധാന ക്യാരക്ടറായിട്ട് വരുന്ന ആ ഒരു ബൽവന്തോ ആ ഒരു ക്യാരക്ടറുണ്ട്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയില്ല. അതിന് പകരം വേറൊരു ആക്ടറിനെ വെക്കായിരുന്നു എന്ന് ഫീൽ ചെയ്തു. അത് ജസ്റ്റ് പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. മൊത്തത്തിൽ ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ പേഴ്സണലി ഒരു 5-ൽ ഒരു 4 തന്നെ റേറ്റ് ചെയ്യും. ഈ ഒരു 4ൻ്റെ ആ ഒരു 1 കുറഞ്ഞു പോയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ഇഷ്യൂവും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങിൽ വന്നിട്ടുള്ള കുറച്ച് പിഴവുകളാണ്. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സൂപ്പർബാണ്. പിന്നെ ഇതിൽ പൃഥ്വിരാജിന് മോഹൻലാലിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അത് എനിക്ക് ഒരു ഫൈറ്റ് സീക്വൻസിൽ എനിക്ക് കുറച്ച് മോഹൻലാലൊന്ന് സൈഡായി പോയതുപോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി. അത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ടോട്ടലി ലൂസിഫർ
2 എംപുരാൻ വളരെ മികച്ചൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ 2025 തുടങ്ങിയിട്ട് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് ഞാൻ എംപുരാൻ പറയുന്നു. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും ഫ്രണ്ട് റോയിൽ നടുക്കിടുന്ന ഒരു കറുത്ത ഷർട്ടിട്ട ചങ്ങാതി സിനിമ തുടങ്ങിയപ്പോൾ മുതൽ കമൻസ് ആയിരുന്നു വളരെ മോശമായിട്ട്. ബാക്കിയുള്ളവരുടെ വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടെ റൂയിൻ ചെയ്യുന്ന രീതിയിൽ കമൻസ് ആയിരുന്നു. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ കിടന്നുറങ്ങാം. വൈ കമൻറ്റ്? എന്തിനാണ് വളരെ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി കമൻറ്റ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ സിനിമാറ്റിക് വ്യൂയിങ് എക്സ്പീരിയൻസിനെ റൂയിൻ ചെയ്യുന്നത്. ഒരു ഗ്യാങ്ങുമായിട്ട് വന്നിരുന്ന് കുറേ കമൻറ്റ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കിടില എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത്തരം കാര്യങ്ങൾ തിയേറ്റേഴ്സിൽ ഒഴിവാക്കുക. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒഴിവാക്കുക. ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. അതും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ West പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.